ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ്. ആദ്യമായിട്ട് ആ ചെടിയിൽ ഒരു കായ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ലപോലെ പാകമായി നിൽക്കുകയാണ്. നമുക്കിത് പറിക്കാറായി വരുന്നു. ഏകദേശം ഇത് വെച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് വെച്ച് കിളിപ്പിച്ച ഒരു ചെടിയാണ്. നിറയെ ബ്രാഞ്ചുകളായിട്ട് ഇത് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു കാ മാത്രമേ ഇതേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളൂടെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ആദ്യമായി നമ്മൾ വെച്ച് പിടിപ്പിച്ച ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ്. ഇത് വെച്ചിരിക്കുന്നത് 12 ഇഞ്ച് പോട്ടിനകത്താണ്. നമ്മൾ ബാക്കി ചെടികളെല്ലാം ഇതിൽ നിന്നാണ് കട്ടിങ്സ് എടുത്ത് വെച്ച് കിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടി. അതിന് ശേഷം വീണ്ടും ഇത് കണ്ടോ, പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സീസൺ കഴിയുന്നോടം വരെ ഇതുപോലെ ഫ്രൂട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കട്ടിങ്സുകൾ ഇതിൽ നിന്ന് എടുക്കത്തുള്ളൂ. അതുപോലെ ഇത് കണ്ടോ, പുതിയൊരു പൂവ് ഇതേലും വന്നിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഏകദേശം 2 കായുണ്ട്. ഈ കായ്ക്ക് ഇച്ചിരി വലിപ്പക്കുറവാണ്. ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ കാ 2 കൂടെ വന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് കമ്പ് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞെങ്കിൽ പോലും അത് നിന്ന് തന്നെ അത് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ചെടിയിലെ ഫ്രൂട്ട് കണ്ടോ, ഇത് ഏകദേശം പഴുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെയുണ്ട് അടുത്ത ഒരു ഫ്രൂട്ട്. ഇത് കണ്ടോ, ഇത് നമുക്കിപ്പം പാകമായ ഫ്രൂട്ടാണ് കേട്ടോ. അതിന് ഒരുവിധം വലിപ്പമുണ്ട്, നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ്. അതുപോലെ ഇത് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നു 2 ഫ്രൂട്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു. അതുപോലെ അടുത്ത ചെടിയിൽ നോക്കാമല്ലോ. അടുത്ത ചെടിയിൽ കണ്ടോ, അടുത്ത ചെടിയിലും നമുക്കിതുപോലെ ഫ്രൂട്ടുകൾ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഒരു ഫ്രൂട്ടുണ്ട്. അതുപോലെ താഴോട്ട് ഉള്ള കമ്പയിലുണ്ട്. ഇങ്ങനെ എല്ലാ കമ്പയിലും ഇതുപോലെ ഫ്രൂട്ടുകൾ പിടിക്കും. ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ, 12 ഇഞ്ച് ഉള്ള പോട്ടിനകത്താണ്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സുകൾ എടുത്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഏകദേശം വിളവായിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ലപോലെ റെഡാകും. ഈ കളറ് ഈ കളറിലോട്ട് വരും. അപ്പം നമുക്കിത് പറിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ ഉള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചുമപ്പ് കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റേ വെള്ള ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും മധുരവും പുളിപ്പൂടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊറിയറായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുന്നതാണ്. ഇത് അമേരിക്കൻ റെഡ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട നല്ല ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജായ ജോൺ സ്ലിപ്പി മാത്യു ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.